കെ കാണിയുടെ തിരുമുറ്റത്ത് നിറപുഞ്ചിരിയോടെ വിടർന്നു നിൽക്കുന്ന സുരഭില പുഷ്പം. 2 ദശാബ്ദത്തിലേറെ നീണ്ട അധ്യാപന സബരിയയിലൂടെ അനേകായിരം കുഞ്ഞു ഹൃദയങ്ങളിൽ അറിവിൻ്റെ അക്ഷര വെളിച്ചം പകർന്ന് വിജയവഴികളിലൂടെ കൈപിടിച്ചു നടത്തിയ കരുതൽ. സൗമ്യമായ പെരുമാറ്റം കൊണ്ടും നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടും ചുറ്റുമുള്ളവരെയെല്ലാം തൻ്റെ മായാവലയത്തിലേക്ക് ആകർഷിച്ചു സ്വന്തമാക്കിയ മായ ടീച്ചർ. സഹപ്രവർത്തകരുടെയും വിദ്യാർത്ഥികളുടെയും പ്രിയപ്പെട്ട മായാജി. 1969 ഒക്ടോബർ 14 ശ്രീ ഗോപാലകൃഷ്ണൻ നായരുടെയും ശ്രീമതി രാധമ്മയുടെയും മകളായി പേരൂർക്കട പൂമല്ലിയൂർക്കോണം ശ്രീനിധിയിൽ ജനനം. കുടപ്പനക്കുന്ന് UP സ്കൂളിലും പേരൂർക്കട ഗവൺമെൻറ് ഗേൾസിലുമായി സ്കൂൾ പഠനം. തുടർന്ന് നിറമൺകര NSSൽ നിന്നും പ്രീ ഡിഗ്രി, MG കോളേജിൽ നിന്നും ഹിന്ദിയിൽ BA, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും MA, ബാർട്ടൺ ഹിൽ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്നും B.Ed പഠനവും പൂർത്തിയാക്കി. 3/1/2002 വലിയ വേങ്കോട് VV ദായനി ഗവൺമെൻറ് UPSൽ നിന്നും തൻ്റെ സുദീർഘമായ ഔദ്യോഗിക ജീവിതത്തിന് ഹരിശ്രീ കുറിച്ചു. 11/6/2002 മുതൽ പാൽക്കുളങ്ങര ഗവൺമെൻറ് UPSൽ ഹിന്ദി അധ്യാപിക. 11/1/2007 മുതൽ BK കാണിയുടെ ആരാമത്തിലേക്ക്. വാടാതെ കൊഴിയാതെ പരിമളം പരത്തി പുഞ്ചിരി വിരിയിച്ച 19 വർഷങ്ങൾ. BK കാണിയുടെ പൂമുഖത്ത് അവർ കെടാവിളക്കായി. ക്ലാസ് മുറികളിൽ അക്ഷരനാളമായി ജ്വലിച്ചു നിന്നു. ഇടനാഴികളിൽ കരുതലായി കാത്തുനിന്നു. ഇഴപിരിയാതെ നെയ്തെടുത്ത ബന്ധങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവെച്ച സൗഹൃദങ്ങൾ, അണയാതെ കത്തുന്ന തിരിനാളം പോലെ ആ പുഞ്ചിരി കൂടുതൽ തേജസ്സോടെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. BK കാണി കുടുംബത്തിൽ മാത്രമല്ല, പൂമല്ലിയൂർക്കോണം ശ്രീനിധിയിലും മായാജി പ്രിയപ്പെട്ടവളായിരുന്നു. തെളിച്ചുവെച്ച വിളക്ക് പോലെ ആ വെളിച്ചം കുടുംബത്തിലും നിറഞ്ഞു നിന്നു. സൈനികനായിരുന്ന ഭർത്താവ് ഗോപകുമാറിന് പ്രിയപ്പെട്ട മായാജി എന്നും സ്നേഹവും പ്രചോദനവുമായിരുന്നു. ഹായ് മായ, മാർച്ച് 31 നിന്റെ റിട്ടയർമെൻറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഇത്രയും നാൾ സർവീസ് ചെയ്ത് നല്ല ഒരു ഫങ്ഷൻ കൂടി റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് വരുന്നു, എൻ്റെ അടുത്തേക്ക് വരുന്നു. അതിന് വളരെ സന്തോഷമുണ്ട്. പക്ഷേ നിനക്ക് അവിടെ കുട്ടികളെയും എല്ലാവരെയും വിട്ടു പിരിയുന്നതിൻ്റെ നിനക്ക് ദുഃഖമുണ്ട്, അതെനിക്കറിയാം. എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. മോളെ കുറിച്ച് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? എൻ്റെ മോള് മായ ആളുകളിലും എല്ലാ സഹപ്രവർത്തകരോടും സൗകര്യത്തോടെ പെരുമാറുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കുട്ടികളോടും വീട്ടിലും ബന്ധുക്കളോടും സൗമ്യമായ പെരുമാറ്റമാണുള്ളത്. വെളിയിലിറങ്ങിയാലും എല്ലാവരും അവളെ നല്ലവണ്ണം സ്നേഹിച്ച് കഴിയുന്നവരാണ്. കല്യാണം കഴിഞ്ഞ് ഇവർ പൂനെയിൽ പോകുന്ന സമയം ഞങ്ങൾ എല്ലാ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി പൂനെയിൽ പോയി 15 ദിവസം 8 ആഴ്ച കഴിയുകയും അത് കഴിഞ്ഞാണ് വീട്ടിലേക്ക് വന്നത്. അവിടെ ആയിരുന്നാലും മോള് എപ്പോഴും എന്നോടുള്ള വഴിക്കാണ് എനിക്ക് തോന്നിയിരുന്നത്. അച്ഛനും മോളുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു, നല്ല സ്നേഹവും ഏത് കാര്യം പഠിക്കുന്ന കാലത്ത് ആവശ്യപ്പെട്ടാൽ ഉടൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന അച്ഛനായിരുന്നു. അച്ഛൻ നല്ല സ്നേഹത്തോടെയാണ് മകളെ കണ്ടിരുന്നത്. മകളും അങ്ങനെ തന്നെ അച്ഛനെ സ്നേഹത്തോടെ കണ്ടിരുന്നു. എൻ്റെ മകൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. മക്കൾക്ക് അവർ വഴികാട്ടിയും മാതൃകയുമായിരുന്നു. അമ്മ തെളിച്ച വെളിച്ചത്തിലൂടെ നടന്ന മക്കൾ ജീവിത വിജയത്തിൻ്റെ ഉയരങ്ങൾ കീഴടക്കി മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. മകൾ ശില്പ ഗോപൻ പൂനെ ഐസറിൽ നിന്നും PhD പൂർത്തിയാക്കി ഇപ്പോൾ ലണ്ടനിലെ ഫ്രാൻസിസ് ക്രിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്നു. ഹലോ അമ്മ, എനിക്കറിയാവുന്ന മായ ടീച്ചർ എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലം തൊട്ടേ അമ്മ പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അമ്മയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അത്രയും മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. മരുമകൻ ഉണ്ണികൃഷ്ണൻ വിഖ്യാതമായ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്നു. അമ്മയുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അത്രയും തന്നെ എക്സൈറ്റിങ്ങും റിലാക്സിങ്ങുമായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മഞ്ജിമ ഗോപൻ പൂനെ NC ബയോസയൻസസിൽ റിസർച്ച് അസോസിയേറ്റ്. ഹായ് അമ്മ, അങ്ങനെ 24 years ഓഫ് ടീച്ചിങ് കരിയർ അവസാനിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ആ നമ്പർ മാത്രമേ ജസ്റ്റ് അവസാനിക്കുന്നുള്ളൂ. അമ്മ നമുക്കും അമ്മയുടെ സ്റ്റുഡൻസിനും തന്ന പാഠങ്ങൾ എന്തായാലും എല്ലാവരും ഓർത്തിരിക്കും.
സ്കൂളിൽ പോകുന്നതിൻ്റെ കൂടെ തന്നെ അമ്മ നമ്മളെ ഒരുപാട് നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, ഒരു കുറവും വരുത്താണ്ട്. താങ്ക് യു ഫോർ ദാറ്റ്. ഹാപ്പി റിട്ടയർമെൻറ്റ്, ബെസ്റ്റ് മോം ആൻഡ് ബെസ്റ്റ് ടീച്ചർ. ബാക്കി റിട്ടയർമെൻറ്റ് പ്ലാൻസ് നമുക്ക് ഒരുമിച്ച് വന്നിട്ട് പ്ലാൻ ചെയ്യാം. ഐ ലവ് യു. മാളവിക ഗോപൻ തിരുവനന്തപുരം SCTയിൽ നിന്നും എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി ടാറ്റ ELXൽ എഞ്ചിനീയർ. ഹായ്, അപ്പം അടുത്ത മാസം അമ്മയുടെ റിട്ടയർമെൻറ്റ് വരുവാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന അമ്മ പണ്ട് പറയുന്നത് ഞാനും പിന്നെയും ജനിച്ച അന്നാണ് അമ്മയുടെ അഡ്വൈസ് മെമ്മോ വന്നത്. അപ്പോൾ നമ്മൾ പറയും നമ്മളാണ് അമ്മയുടെ ഭാഗ്യം എന്ന്. പക്ഷേ അങ്ങനെയല്ല, ഇത്രയും നാളും ആത്മാർത്ഥമായിട്ട് സ്കൂളിലെ കാര്യവും വീട്ടിലെ കാര്യവും ഒരുപോലെ മാനേജ് ചെയ്തുകൊണ്ടുപോയ അമ്മേനെ കിട്ടിയത് നമ്മളുടെയും അതേപോലെ സ്റ്റുഡൻസിൻ്റെയും ഭാഗ്യം. അപ്പോൾ നമുക്ക് അറിയാം, പണ്ടത്തെ സ്റ്റുഡൻസ്, വളരെ പണ്ടത്തെ സ്റ്റുഡൻസ് ഓടി വന്ന് മായാജി എന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ അമ്മയുടെയും സ്റ്റുഡൻസിൻ്റെയും ബോണ്ട് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്കിനി പറയാനുള്ള അമ്മയുടെ ഇനി വരുന്ന റിട്ടയർമെൻറ്റ് ലൈഫിൽ അമ്മ ആഗ്രഹിച്ചതുപോലെ കുറേ ഹോബീസും കുറേ ട്രാവലും ഒക്കെ ചെയ്ത് അമ്മയ്ക്ക് വേണ്ടി കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്നാണ്. അപ്പോൾ വിഷിംഗ് യു ഹാപ്പി റിട്ടയർമെൻറ്റ് ലൈഫ് അഹെഡ് അമ്മ. നേട്ടങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്നേഹവും ലാളിത്യവും കരുതലും മായാജിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കി. നമസ്തേ മായാജി, എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഗംഗ. ഞാൻ ഹൈസ്കൂളിൽ ആണ് പണിക്കോട് സ്കൂളിൽ എത്തുന്നത്. അപ്പോൾ എന്നെ ഇതുവരെ ക്ലാസ്സിലിരുത്തി മായാജി പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ക്ലാസ്സിലിരുത്തി പഠിപ്പിച്ച ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരാൾ മായാജിയുമുണ്ട്. അപ്പം ആസ് എ ടീച്ചർ ഓൾവേസ് എ ടീച്ചർ എന്ന് പറയും. മായാജിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഒരു ടീച്ചറായിട്ട് ഇരിക്കുന്നതിനേക്കാളും ഒരു നല്ല ടീച്ചറായിട്ട് ഇരിക്കാൻ ഇതുവരെയും മായാജിക്ക് പറ്റിയിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ മായാജിയുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് ഏറ്റവും മനോഹരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹായ്, എൻ്റെ പേര് ആഷ്മ ജോൺ ബേബി. ഞാൻ പനിക്കോട് സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. നിലവിൽ കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നു. പനിക്കോട് സ്കൂളിൽ എന്നെ പഠിപ്പിച്ച ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മായ ടീച്ചർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ, ടീച്ചർ 2006 പനിക്കോട് സ്കൂളിലേക്ക് വരുന്നത്. അന്നേരം ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ് മുതലാണ് ഹിന്ദി എന്ന സബ്ജക്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു അന്യഭാഷയെ ആദ്യമായി ഞങ്ങളെ പരിചയപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തത് മായ ടീച്ചറാണ്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയും മായ ടീച്ചറാണ് ഞങ്ങളെ ഹിന്ദി പഠിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ ടീച്ചർ 2006 സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചറിൻ്റെ ആദ്യത്തെ സ്റ്റുഡൻസും ഞങ്ങൾ തന്നെയായിരുന്നു. അതിപ്പോൾ വലിയൊരു ബ്ലെസ്സിങ്സ് ആയിട്ട് കരുതുന്നു. ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരിക്കാൻ കഴിഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. കൂടാതെ ടീച്ചറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ, ഹെൽത്തി ആയിട്ട് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മേ യുവർ റിട്ടയർമെൻറ്റ് ഗിഫ്റ്റ് യു ഹാപ്പിനെസ്, ഹെൽത്ത് ആൻഡ് പ്രൗഡ് മെമ്മറീസ്. താങ്ക് യു സോ മച്ച്. കോവിഡ് കാലത്ത് വിരുന്നെത്തിയ നായ്ക്കുട്ടിയും വീട്ടിലെ അന്തേവാസികളായ പൂച്ചക്കുഞ്ഞുങ്ങളുമെല്ലാം മായാജിയുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത അനുഭവിച്ചറിഞ്ഞവരാണ്. മനോഹരമായി പരിപാലിക്കപ്പെടുന്ന ഭവനവും അതിന് ചാരുതയേകുന്ന ചെടികളും അലങ്കാരങ്ങളുമെല്ലാം മായാജിയുടെ അനുപമമായ വ്യക്തിത്വം വിളിച്ചോതുന്ന ദൃഷ്ടാന്തങ്ങളിൽ ചിലത് മാത്രം. കൊറോണ സമയത്ത് മെയ് 1, 2021 അന്ന് നല്ല മഴയായിരുന്നു. കൊറോണ സമയമല്ലേ, മക്കളെല്ലാം വീട്ടിലുണ്ടായിരുന്നു. മഴയൊക്കെ മാറിയപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ. മിന്നു ഇരട്ടകളിലൊരാൾ പോയി നോക്കി. അപ്പോൾ 2 ദിവസം മാത്രം പ്രായമുള്ള ഒരു പട്ടിക്കുഞ്ഞ് നനഞ്ഞ് ഒരു മൂലയിൽ ചുരുണ്ടിരിക്കുന്നു. അതിനെയും എടുത്തുകൊണ്ട് അവൾ വീട്ടിൽ വന്നു. ഞാൻ പറഞ്ഞു, നമുക്കിത് വേണ്ട, എല്ലാവരും പോകുമ്പോൾ ഇതിനെ നോക്കാൻ ആരും കാണില്ലല്ലോ. അപ്പോൾ മായ പറഞ്ഞു, പട്ടിക്കുഞ്ഞിനെ കളയണ്ട, അത് കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കാം, ഇപ്പോൾ കളയാൻ തോന്നുന്നില്ല, വേണ്ട ചേട്ടാ. പിന്നെ പതുക്കെ പതുക്കെ അവൾ വലുതായി. ഇപ്പോൾ 5 വയസ്സായി. ആർക്കും കൊടുത്തുമില്ല, കളയാനും തോന്നിയില്ല. ഇപ്പോൾ അവൾ നമ്മളെ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ എന്ത് സ്നേഹമാണെന്നോ, ഉരുണ്ട് കിടന്നു സ്നേഹം പ്രകടിപ്പിക്കും. ഇതാണ് നമ്മളെ റൂബിക്കുട്ടി. സ്തുത്യർഹ സേവനത്തിൻ്റെ 26 വർഷങ്ങളുടെ ദീപ്തമായ ഓർമ്മകളെ സാക്ഷിയാക്കി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും BK കാണി കുടുംബത്തിൽ നിന്നും പടിയിറങ്ങുന്ന മായ ടീച്ചർക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മായാജിക്ക് BK കാണി കുടുംബത്തിൻ്റെ സ്നേഹാദരങ്ങൾ. ഞാനിവിടെ 2005 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സ്കൂളിൽ വന്ന് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് മായ ടീച്ചർ സ്കൂളിലേക്ക് വന്നത്. എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു ടീച്ചറാണ് മായ ടീച്ചർ. കാരണം ടീച്ചറിന് കുറേ പ്രത്യേകതകളുണ്ട്.
കുട്ടികളോടുള്ള സ്നേഹം അതൊരിക്കലും പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. കാരണം നമ്മൾ എവിടെ വെച്ച് കണ്ടാലും മായാജി എന്ന് വിളിച്ചുകൊണ്ട് കുട്ടികൾ ഓടിയെത്തുമ്പോൾ തന്നെ ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകും. അതുപോലെ ആത്മാർത്ഥതയോടെയുള്ള അധ്യാപനം ഇതെല്ലാം ടീച്ചറിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ ടീച്ചറിന് ഈ വിരമിക്കാൻ പോകുന്ന സമയത്ത് ടീച്ചറിനും ടീച്ചറിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. 2007 മുതൽ ഏകദേശം 19 വർഷത്തോളമായി ടീച്ചർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും ദീർഘകാലം ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ടീച്ചറിന് നമ്മളോടും നമ്മുടെ കുട്ടികളോടും എത്രമാത്രം പ്രതിബദ്ധതയുണ്ടെന്നാണ്. ടീച്ചറിൻ്റെ മാതൃവാത്സല്യത്തോടു കൂടിയുള്ള പെരുമാറ്റം കുട്ടികളെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും എല്ലാവരെയും വളരെ ആകർഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇത്രയും ദീർഘകാലമായിട്ട് ഈ സ്കൂളിൽ തന്നെ തുടരുന്നത് തന്നെ ടീച്ചറിന് നമ്മളോടുള്ള ഒരു വ്യക്തിബന്ധവും അതുകൊണ്ട് ഈ സ്കൂളിനോടുള്ള വൈകാരികമായ ഒരു അടുപ്പവും സൂചിപ്പിക്കുന്നു. ടീച്ചറിന് തുടർന്നുള്ള ഭാവി ജീവിതത്തിലും എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എടാ വിജയ, എന്താടാ ദാസ? നിറപുഞ്ചിരിയോടെ വിടർന്നു നിൽക്കുന്ന സുരഭില പുഷ്പം. 2 ദശാബ്ദത്തിലേറെ നീണ്ട അധ്യാപന സഭയിലൂടെ അനേകായിരം ഹൃദയങ്ങളിൽ അറിവിന്റെ ഒക്ടോബർ 14 ശ്രീ ഗോപാലകൃഷ്ണൻ നായരുടെയും പിന്നാളം പോലെ ആ പുഞ്ചിരി കൂടുതൽ തേജസ്സോടെ പ്രകാശനവും പ്രചോദനവും. അങ്ങനെയുള്ള അമ്മയുടെ വീട്ടിലെ അന്തേവാസികളായ പൂച്ചക്കുഞ്ഞുങ്ങളെല്ലാം കൊറോണ സമയത്ത് മെയ് 1 എല്ലാവരും പോകുമ്പോൾ ഇതിനെ നോക്കാൻ ഞാനും അങ്ങനെ തന്നെയാണെന്ന് കരുതുന്നു. ഇനി എന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും മോശമായിട്ട് അറിയാതെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ സതി ചേച്ചി, ഷീജ കിച്ചണില്, പിന്നെ സുമ, പ്രീ പ്രൈമറി സ്റ്റാഫുകൾ എല്ലാവരും, എൻ്റെ യു പി സെക്ഷൻ, എൻ്റെ ഹൈസ്കൂള് എല്ലാവരും ഞങ്ങൾ ഒരു കുടുംബമായിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഞാൻ
ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. എൻ്റെ അച്ഛന് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു PNG-യിൽ. അച്ഛൻ്റെ ഒറ്റ വരുമാനത്തിലായിരുന്നു ഞങ്ങൾ 3 പേരും വളർന്നത്. പിന്നെ PG ക്ലാസ്സിനൊക്കെ ബുക്സൊക്കെ കിട്ടാതെ വരുമ്പോൾ എവിടെയെങ്കിലും പോയിട്ട് അത് കൊണ്ടു തരും. PG ക്ലാസ്സിനുള്ള ബുക്സ് എല്ലാം അച്ഛൻ ഓടി നടന്നാണ് വാങ്ങിക്കൊണ്ട് തരുന്നത്. സർക്കാർ ജോലി വാങ്ങണമെന്നുള്ളത് അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് നേടാനും ആദ്യത്തെ ശമ്പളം അച്ഛൻ്റെ കയ്യിലേൽപ്പിക്കാനും എനിക്ക് കഴിയും. അച്ഛൻ്റെ ഞങ്ങൾ വിട്ടുപോയിട്ട് 8 വർഷമായി. അച്ഛൻ്റെ ഫോട്ടോ കിട്ടിയപ്പോൾ ഞാൻ വളരെ നെർവസ് ആയിപ്പോയി. പിന്നെ എന്നെ പറ്റി പറഞ്ഞ നല്ല വാക്കുകൾക്ക് എല്ലാവർക്കും നന്ദി. ഓരോരുത്തരോടും ഈ യാത്രയുടെ ചടങ്ങ് സംഘടിപ്പിക്കാൻ പിന്നെ നിന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.